കേരളം മിനി പാകിസ്ഥാനായി എന്ന മഹാരാഷ്ട്രയിലെ തുറമുഖ മന്ത്രി നിതേഷ് റാണയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. റാണയുടെ പ്രസ്താവനയ്ക്കെതിരായിട്ട് കോൺഗ്രസ്സുകാരൊക്കെ കാര്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലും അതിന്റെ ചെറിയ ചെറിയ അലയൊലികൾ വന്നിട്ടുണ്ട്. എന്നാൽ നിതേഷ് റാണെ പറയുന്നത് കേരളം മിനി പാകിസ്ഥാനാണെന്ന് താൻ പറഞ്ഞിട്ടില്ല. അതിനു പകരം കേരളത്തെയും പാകിസ്ഥാനെയും ഞാൻ താരതമ്യം ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. കേരളത്തിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ ക്രമാതീതമായിട്ട് കുറയുന്നു. അതോടൊപ്പം തന്നെ മതപരിവർത്തനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി നിതേഷ് റാണ പറഞ്ഞിരുന്നു. അതായത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്ര, രാഹുൽ ഗാന്ധിയുടെ സഹോദരി, അവർ വയനാട്ടിൽ വന്ന് മത്സരിച്ചു. വയനാട്ടിൽ അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് മഹാരാഷ്ട്രയിലെ മന്ത്രി മാത്രമല്ല പറഞ്ഞത്, കേരളത്തിലെ CPM നേതാക്കളും ഇത് തന്നെയാണ് പറഞ്ഞത്. വിജയരാഘവനെ പോലത്തെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ ഇക്കാര്യം പറഞ്ഞാണ്. വയനാട്ടിൽ കോൺഗ്രസ് ജയിച്ചത് അല്ലെങ്കിൽ പ്രിയങ്ക ജയിച്ചത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പിന്തുണ കൊണ്ടാണ്. ഇനി നമുക്ക് നിതേഷ് റാണ പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കാം. കേരളം മിനി പാകിസ്ഥാനായി എന്ന് പറഞ്ഞാൽ അതിൽ അത്ര വലിയൊരു കാര്യമായ തെറ്റുണ്ടോ? പാകിസ്ഥാൻ മറ്റൊരു രാജ്യമാണ്. പലപ്പോഴും നമ്മൾ പുരോഗമിച്ച നാടുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ നാടുകളുമായിട്ട് നമ്മുടെ നാട്ടിനെ താരതമ്യം ചെയ്യാറ്. കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടായാൽ ആ പുരോഗതി കാര്യമായ പുരോഗതി ഉണ്ടായ നാടുമായിട്ട് നമ്മൾ ആ പുരോഗമിച്ച നമ്മുടെ നാട്ടിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ അതൊരു സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അമേരിക്ക പോലെയായി കേരളം എന്ന് പറയും. അതുപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള സ്ഥലത്ത്, ഇപ്പൊ കേരളത്തിലെ ഒരു സ്ഥലത്ത് ടൂറിസം വികസിച്ച ഒരു സ്ഥലത്തെ മിനി ഗോവ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേരളത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പറയാറുണ്ട്. ബ്രസീലുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്, ചൈനയായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു താരതമ്യം മാത്രമാണ് ആര് നടത്തിയിരുന്നത്? നിതേഷ് റാണ നടത്തിയത്. പക്ഷെ അത് പാകിസ്ഥാനെ കുറിച്ച് ആയതുകൊണ്ടാണ് പ്രകോപനം. അപ്പൊ പാകിസ്ഥാൻ അത്ര നല്ലതല്ല എന്നിപ്പോ ഇവരെല്ലാരും പറയാൻ തുടങ്ങി. അതേസമയത്ത് കേരളത്തിനകത്ത് തന്നെ എട്ടണയ്ക്ക് കത്തി വാങ്ങി നേടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് നമ്മുടെ നാടിന്റെ ഒരു ചരിത്രമാണ്, ഹിസ്റ്റോറിക്കലായിട്ടൊരു സംഭവമാണത്. പാകിസ്ഥാന് വേണ്ടി വാദിച്ച ആളുകളുണ്ട്. ആ പാകിസ്ഥാന് വേണ്ടി വാദിച്ച ആളുകൾ മാത്രമല്ല പാകിസ്ഥാനിലേക്ക് പോയത്. പാകിസ്ഥാനിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ട ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ട ആളുകളാണ്. അതേസമയത്ത് മതപരമായ കാരണങ്ങളാൽ തങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകൾ പലരും ഇവിടെ തന്നെ കഴിയുകയാണ്. ആ ആളുകളുടെ അടുത്ത തലമുറയൊക്കെ വന്നു. അതുകൊണ്ട് ആ വിശ്വാസമൊക്കെ പോയി കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഹാലിളകേണ്ട കാര്യം എന്താണ്? അപ്പൊ നിതേഷ് റാണ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കള്ളമുണ്ടോ? നിതേഷ് റാണ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് സാങ്കേതികമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തെ വിമർശിക്കാമെന്നല്ലാതെ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കേരളത്തിലെ പോലീസ് റെക്കോർഡുകൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് കേന്ദ്ര പാർലമെന്റിനകത്തും സംസ്ഥാന നിയമസഭയിലും ഒക്കെ വന്ന റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആഗോളതലത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ തീവ്രവാദ സംഘടനകളോട്, തീവ്രവാദ രാജ്യങ്ങളോട് പാകിസ്ഥാന്റെ ഒരു പക്ഷേ അതൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ആയിരിക്കും. പാകിസ്ഥാന് തീവ്രവാദ പ്രസ്ഥാനങ്ങളായിട്ട് ഒരു രാജ്യം എന്ന നിലയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ആയിരിക്കും. പക്ഷെ കേരളത്തിലെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ അവർ സിറിയയിൽ പോയിട്ടുണ്ട്. ഇപ്പൊ 17 പേരാണ് കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് പോയത്. IS ചേർന്ന ആളുകളുണ്ട്. അതിൽ പലരെയും പിടിക്കപ്പെട്ടു, പലരും മരിച്ചു. കേരളത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച ശേഷം അവരെ കൺവെർട്ട് ചെയ്തിട്ട് അവരെ തീവ്രവാദികൾക്ക് വിറ്റ ആളുകളുണ്ട്. അത് NIA പോലത്തെ സംഘടനകൾ അന്വേഷിച്ച കേസാണ്. കേരളത്തിലെ പത്രങ്ങളിലൊക്കെ വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഭീകരവാദ ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. കനകമലയിൽ നടന്നിട്ടുണ്ട്, പാനൂരിനടുത്ത് നടന്നിട്ടുണ്ട്, പാലായിക്കടുത്ത് നടന്നിട്ടുണ്ട്, പാനായിക്കുളത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഭീകരവാദ ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ IS റിക്രൂട്ടിംഗ് ഏജന്റുമാർ വർക്ക് ചെയ്തിട്ടുണ്ട്. IS ഏജന്റ് കേരളത്തിലെ കേരളത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൊല്ലണമെന്ന് പറഞ്ഞ വോയിസ് മെസ്സേജുകൾ കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളം എന്ന് പറയുന്നത് അത്ര പ്രശാന്ത സുന്ദരമായ സ്ഥലമാണെങ്കിൽ പോലും അത്ര പ്രശാന്തമല്ല നമ്മുടെ നാട്. ഇവിടെ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് IS ആണെങ്കിലും അൽ ഖ്വയ്ദ ആണെങ്കിലും എല്ലാ ഭീകര സംഘടനകൾക്കും കേരളത്തിൽ
താവളങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജമ്മു കാശ്മീരിലേക്ക് ഭീകര സംഘടനയിലേക്ക് ആളുകളെ കൊണ്ടുപോയ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേരളീയരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സിറിയയിൽ പോയ ആളുകളുണ്ട്. അങ്ങനെ കേരളത്തിലെ വർഷങ്ങളായിട്ടുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളം ഭീകരവാദികളുടെ ഒരു കേന്ദ്രമാണ്. അത് സംഘടനകൾ എന്ന നിലയിൽ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന നിലയിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പരസ്യമായിട്ട് പലപ്പോഴും ഭീകരവാദ പ്രവർത്തനത്തെ അപലപിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം ഇതാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. അപ്പൊ ഈ അവസ്ഥ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചിലർക്ക് അത് വിരളി പിടിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് മുസ്ലിം വർഗീയതയാണെന്ന് CPM പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. അത് BJP കാരനായ ഒരു മന്ത്രി പറയും, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പറയുന്ന സമയത്ത് അത് പ്രശ്നമാകുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് ഫാക്ടുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരു രാജ്യവുമായിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യുന്നു. കാരണം ആ രാജ്യത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക പുരോഗതിയെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. കാർഷിക പുരോഗതി ഉണ്ടെങ്കിൽ ആ കാർഷിക പുരോഗതിയെ നമ്മുടെ കാർഷിക പുരോഗതിയായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ സ്ഥലത്ത് ഭീകരവാദം ഉണ്ടെങ്കിൽ ആ ഭീകരവാദമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാലോ. അപ്പൊ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു കേന്ദ്രമാണെന്ന് എല്ലാവരും അംഗീകരിച്ചതാണ്. കാരണം ഇന്ത്യയിൽ നിരന്തരമായിട്ട് ഭീകരപ്രവർത്തനം നടത്തുന്നത് പാകിസ്ഥാനാണ്. കാർഗിലിൽ യുദ്ധം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. കാശ്മീരിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണ്. ബോംബെയിൽ കലാപം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. ബോംബെയിൽ വെടിവെപ്പ് ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ചരിത്ര സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിന് കേരളം ഒരു വളക്കൂറുള്ള മണ്ണാണ്. ആ കേരളത്തിൽ അനേകം ഭീകര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടന്നിട്ടുണ്ട്, ഭീകരവാദികൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് നിലേഷ് റാണെ ഇങ്ങനെ പറഞ്ഞത്. അതിന് മേലിൽ നിലേഷ് റാണയ്ക്ക് മേലെ കുതിര കയറാനുള്ള നീക്കം അത് കേരളത്തിലെ ഭീകരവാദികളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞു ഡെമോഗ്രഫിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ജനസംഖ്യാപരമായ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. കാരണം രാജ്യത്തെ മുഴുവൻ ജനസംഖ്യ വളർച്ചയിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരികയാണ്. 2.1 എന്നുള്ളതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ആവശ്യമായിട്ടുള്ള ഒരു ജനസംഖ്യ അതേ രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 2.1 അതായത് സ്ത്രീകൾ അവരുടെ പ്രസവ കാലാവധിയിൽ അല്ലെങ്കിൽ പ്രത്യുൽപാദനപരമായ കാലാവധിയിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം 2.1 ആണെങ്കിൽ ആ രാജ്യത്തെ ജനത അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് 3.5 ഒക്കെ ആയി, അത് കുറഞ്ഞ് ഇപ്പൊ 1.9 ആയി കഴിഞ്ഞു. പക്ഷെ ഇത് മതപരമായിട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതുകൊണ്ടാണ് 2006-ലും 2006-ൽ തുടങ്ങിയ നിയമസഭാ പുനഃസംഘടനയിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ച സമയത്ത് ആ 140 തന്നെയായിട്ട് മാറി. പക്ഷേ ജില്ലകളിൽ നോക്കുന്ന സമയത്ത് വ്യത്യാസം വന്നു. മലപ്പുറം ജില്ലയിൽ 12 നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായത് 16 മണ്ഡലമായി മാറി. വടക്കൻ ജില്ലകളിലൊക്കെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടിയ സമയത്ത് തെക്കൻ ജില്ലകളിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു. അത് ജനസംഖ്യയിൽ വന്ന മാറ്റമാണ്. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചയിൽ മതപരമായ അസന്തുലിതാവസ്ഥയുണ്ട്. അതാണ് നിതീഷ് റാണെ എടുത്തു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു, മുസ്ലിം ജനസംഖ്യ കൂടുന്നു, അത് ആരോഗ്യകരമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഫാക്ട്സ് ആണ്. കേരളത്തിൽ ഭീകരവാദം ബാധിക്കുന്നു എന്നുള്ള ഫാക്റ്റാണ്. അല്ലാതെ കേരളം പാകിസ്ഥാന്റെ ഭാഗമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കേരളത്തെ പാകിസ്ഥാനുമായിട്ട് താരതമ്യം ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ ഒരു മഹാരാഷ്ട്രയിലെ നേതാവ് വേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗതികേട്.